കാസർഗോഡ് റെയിൽവേ പാളത്തിൽ കല്ലുവെച്ച സംഭവത്തിലും വന്ദേ ഭാരത് ട്രെയിനിന് കല്ലെറിഞ്ഞ സംഭവത്തിലും കേസെടുത്ത് റെയിൽവേ പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെ പിടികൂടി. RPFും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലെ ഒടുവിലാണ് 17 വയസ്സുകാരനടക്കം അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെയാണ് പ്രതി കളനാട് റെയിൽവേ പാളത്തിൽ കല്ലുകൾ വെച്ചത്. അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് കടന്നുപോയതോടെ കല്ലുകൾ പൊടിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 21 വയസ്സുകാരനായ പത്തനംതിട്ട വയല സ്വദേശി അഖിൽ ജോൺ മാത്യുവാണ് പിടിയിലായത്. ഇയാൾ ജോലി അന്വേഷിച്ച് കാസർഗോഡ് എത്തുകയായിരുന്നുവെന്ന് RPF ഇൻസ്പെക്ടർ M അലി അക്ബർ പറഞ്ഞു. കളനാട് വെച്ചിട്ട് 2 ട്രാക്കിലും 2 ഭാഗത്തായിട്ട് ഈ വിവരം കിട്ടി അവിടെ എത്തി. അപ്പോൾ കണ്ടെത്തിയപ്പോൾ അതും 2 പിള്ളേരാണ്. അവർ ഏജ്ഡാണ്. അവരൊരാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടുകാരൻ അവരൊരു ആങ്സൈറ്റി പ്രകാരം അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അവരത് സമ്മതിച്ചിരിക്കുന്നു. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലീസ്. വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ സംഭവത്തിലാണ് 17 വയസ്സുകാരൻ പിടിയിലായത്. ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് ബേക്കൽ പൂച്ചക്കാട് വെച്ച് കല്ലേറാക്രമണം ഉണ്ടായത്. ഇതിൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ ചില്ല് പൊട്ടിയിരുന്നു. ട്രെയിനിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. അതേസമയം തുടരെയുള്ള ട്രെയിനുകൾക്കു നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ RPFും പോലീസും റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രാക്ക് പെട്രോളിംഗും ശക്തമാക്കി. റിപ്പോർട്ടർ, കാസർഗോഡ്.